നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തെന്നലയിൽ കനത്ത മഴയിൽ ദേശീയപാതയിൽ നിന്നും മഴവെള്ളം കുത്തിയൊലിച്ചെത്തി പ്രദേശവാസികൾ ദുരിതത്തിൽ. തെന്നല പഞ്ചായത്തിലെ 12-ാം വാർഡിലെ കണ്ടഞ്ചിറ പ്രദേശവാസികളാണ് ദേശീയപാതയിൽ നിന്നും മഴവെള്ളം കുത്തിയൊലിച്ചെത്തി ദുരിതത്തിലായിരിക്കുന്നത്. ദേശീയപാതയുടെ 6 വരിയിലെ 2 കിലോമീറ്റർ ഭാഗങ്ങളിലെ മഴവെള്ളമാണ് കുത്തിയൊലിച്ച് കണ്ടഞ്ചിറ പുത്തൻകുളം വഴി പ്രദേശത്താകെ പരന്നൊഴുകുന്നത്. ശക്തമായ മഴയിൽ മഴവെള്ളം കുത്തിയൊലിച്ചുവന്ന് സമീപത്തെ നിരവധി വീടുകളുടെ ചുറ്റുമതിലും തകർത്തിട്ടുണ്ട്. മഴവെള്ളപ്പാച്ചിലിലെ കുത്തൊഴുക്കിൽ ഇതുവഴി ഒരു യാത്രയും സാധ്യമല്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. കണ്ടഞ്ചിറ പുത്തൻകുളം പ്രദേശത്തെ മദ്രസ, അംഗനവാടി, ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയവയിലേക്കെല്ലാം ഉപയോഗിക്കുന്ന പൊതുവഴിയാണിത്. എന്നാൽ ഈ റോഡിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. വിഷയത്തിൽ തെന്നല ഗ്രാമപഞ്ചായത്തിൽ 2 പരാതികൾ നൽകിയിരുന്നു. അവസാനത്തെ പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെന്നോണം ഈ പരാതി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ ഒരു സംഘം വന്ന് സ്ഥലം സന്ദർശിക്കുകയും ഈ വിഷയം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് ദേശീയപാതയിൽ ഡ്രൈനേജ് പ്രവർത്തികൾ ഒന്നും തന്നെ നിലവിൽ നടത്തിയിട്ടില്ലെന്നും ഈ മഴവെള്ളം തൊട്ടടുത്തുള്ള പൂക്കിപ്പറമ്പ് തെന്നല റോഡിലൂടെ ഡ്രൈനേജ് നിർമ്മിച്ച് അതിലൂടെ വെള്ളം പോകുവാനുള്ള സംവിധാനമൊരുക്കി ജനങ്ങൾക്കുള്ള ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും ഇന്നേ വരെ ഈ വിഷയത്തിൽ ദേശീയപാത അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ദേശീയപാതയുടെ റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് മാത്രമേ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയിലെ മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് മൂലം പ്രയാസപ്പെടുന്ന പരിസരവാസികൾ മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാർ, ദേശീയപാത അധികൃതർ തുടങ്ങിയവർക്കെല്ലാം പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നു. എന്നാൽ തങ്ങളുടെ പ്രയാസത്തിന് ഇന്നേ വരെ ശാശ്വതമായ പരിഹാരം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കാലവർഷം ശക്തിയാകുമ്പോൾ തങ്ങളുടെ പ്രയാസം ഇരട്ടിയാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.